45 തവണ വെട്ടുകൊണ്ടിട്ടും മുറിയാത്ത ഒരു കഴുത്തിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിയർലി ഹെഡ്ലെസ് സ്നീക്ക് അഥവാ സർ നിക്കോളാസ് ഡി മിംസി പോപ്പിംഗ്ടൺ എന്നൊരാളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. 15-ാം നൂറ്റാണ്ടിൽ പ്രഭുക്കന്മാരുടെ ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. 11-ാമത്തെ വയസ്സിൽ ഹോഗ്വാർട്സിൽ അദ്ദേഹം ചേർന്നു. ഹോഗ്വാർട്സിലെ ഗ്രിഫിൻഡോർ ഹൗസിലായിരുന്നു അദ്ദേഹം സോർട്ട് ചെയ്യപ്പെട്ടത്. ഹോഗ്വാർട്സിന് ശേഷം നിക്ക് റോയൽ കോർട്ടിലെ മാന്ത്രികനായ നൈറ്റായി വർക്ക് ചെയ്യുകയായിരുന്നു. അദ്ദേഹം മഗസുമായി വളരെയധികം സൗഹൃദത്തിലായിരുന്നു. റോയൽ കോർട്ടിൽ വെച്ച് അയാൾ ലേഡി ഗ്രീവ് എന്നൊരു ലേഡിയെ പരിചയപ്പെടുന്നു. ആ സ്ത്രീക്ക് വളർന്ന പല്ലുകളായിരുന്നു. തന്റെ മാജിക് ഉപയോഗിച്ച് അത് ശരിയാക്കണമെന്ന് നിക്ക് വാശി പിടിച്ചു. എന്നാൽ മാജിക് തികച്ചും പരാജയമായിരുന്നു. വളർന്ന പല്ലുകൾക്ക് പകരം ഒരു കൊമ്പായി അത് വളരാൻ തുടങ്ങി. തുടർന്ന് നിക്കിനെ അറസ്റ്റ് ചെയ്ത് വധശിക്ഷയ്ക്ക് വിധിച്ചു. 45 തവണ വെട്ടിയിട്ടും അദ്ദേഹത്തിന്റെ തലയറുത്തു മാറ്റാൻ പറ്റിയില്ല. ഇതിന് കാരണം നിക്കിന്റെ മാന്ത്രികതയൊന്നുമല്ല, പകരം അവർ ഉപയോഗിച്ചിരുന്നത് ഒരു മൂർച്ച പോയ കോടാലിയായിരുന്നു. അതിനാൽ തന്നെ ഇപ്പോഴും അവന്റെ തല ശരീരത്തിൽ നിന്ന് വേർപെടുത്തപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നിയർലി ഹെഡ്ലെസ് നിക്ക് എന്ന വിളിപ്പേര് കിട്ടിയിരിക്കുന്നത്. മരണശേഷം ഒരു ഗോസ്റ്റ് ആയി അദ്ദേഹം ഇപ്പോഴും ഹോഗ്വാർട്സിൽ തന്നെ താമസിക്കുന്നു. ഇതുപോലെ ഹാരി പോട്ടറിലെ ഇൻട്രസ്റ്റിംഗ് ബാക്ക് സ്റ്റോറീസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഹാരി പോട്ടർ ആൻഡ് ദ ഓർഡർ ഓഫ് ഫീനിക്സ് ബുക്കിന്റെ മലയാളം ട്രാൻസ്ലേഷൻ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട. താങ്ക്